ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലം കടലക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കടലക്കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതപ്പോൾ ഒരു കപ്പ് കടല നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കടല അതിനെ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നിറമുള്ള നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 10-15 അല്ലി ചെറിയുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ അളവൊന്നും ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ വേണം, ഒരു 1/4 കപ്പ് തേങ്ങ. ഇത്രയും എടുത്ത ശേഷം ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. അതിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ കറി കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്കായ, 2-3 ഗ്രാമ്പു, 2-3 ചെറിയ കഷ്ണം പട്ട, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ഒരു വലിയ സവാള നീളനെ സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കടലക്കറി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് വേണം കേട്ടോ ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് കടല തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാനുള്ളൊരു കടലക്കറി ആയിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. സവാള വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ നല്ലോണം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് നീളനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് എന്ത് ചേർക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അതൊന്നങ്ങ് വാടി വന്ന സമയത്ത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സറി ജാറിൽ നിന്ന് മുഴുവനായിട്ട് തന്നെ എടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം പച്ചയ്ക്ക് അരച്ചതാണല്ലോ. തക്കാളി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മൾ പച്ചയ്ക്ക് അരച്ചിട്ടുള്ളതിനെ കൊണ്ട് തന്നെ അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നങ്ങ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കറിക്ക് നല്ലൊരു കളറും കിട്ടും കേട്ടോ, എരിവും കുറവായിരിക്കും. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകപ്പൊടി സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. പെരിഞ്ജീരകപ്പൊടിയും കൂടി വരുമ്പോഴാണ് നമ്മുടെ കറി അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ പൊടികളെല്ലാം തന്നെ ഈ മസാലയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന ആ ഒരു ചെറിയ സമയം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ കടലക്കറിക്ക് ആവശ്യമായിട്ട് വേണ്ടുള്ളൂ. എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഈ കടല വെള്ളത്തിലിട്ടത് ആ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കടല കുതിർത്താൻ വെക്കുന്ന സമയത്ത് നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേണം കേട്ടോ കുതിരാനായിട്ട് വെക്കാൻ. നല്ല വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ആ വെള്ളം പോരായിക ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കടലക്കറിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കടല അതിനെക്കൊണ്ട് തന്നെ അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പോൾ ആ വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 വിസിലും ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കടല നല്ലോണം വേവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് തന്നെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വേവിനനുസരിച്ച് കടല വേവിച്ചെടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൊടുത്ത ശേഷം പ്രഷറെല്ലാം പോയ ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. ഓരോ കടലയുടെയും വേവ് വ്യത്യസ്തമായിരിക്കും, അത് നോക്കിയിട്ട് വേണം വിസിലടുപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നല്ല കുറുകിയ ഗ്രേവി ആയിട്ടാണ് എൻ്റെ കടലക്കറി കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടേണ്ടതും ഉണ്ടായിരുന്നത്. ഒരുപാട് ഗ്രേവിയോട് കൂടിയിട്ടല്ലായിരുന്നു കിട്ടേണ്ടിയിരുന്നത്, ഇതുപോലെ തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത ശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടിയോളം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില കയ്യിലുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക, അടിപൊളിയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളാണ്, വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ടും, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും സെറ്റാണ് കേട്ടോ. ഇതിന് പൊറാട്ടയുടെ കൂടെ വരെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കടലക്കറീൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.